ശരിയാണ്, പത്മജയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ പറ്റിയില്ല. പത്മജയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു മുകുന്ദപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ. ഞാൻ പാർട്ടി വിട്ടുപോയ ഒരാളെ, ഇന്നലെ വരെ പാർട്ടിയോടൊപ്പം നിന്ന ഒരാളെ അധിക്ഷേപിക്കാൻ മുതിരുന്നില്ല. പരിഗണന കിട്ടിയില്ലെന്ന് പറയുമ്പോൾ 989 മുതൽ അടുപ്പിച്ച് 2004 വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും കോൺഗ്രസ് ചിഹ്നത്തിൽ ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ജനം ഒരു കുറ്റിച്ചൂലിന് താഴെയാണ് അവർക്ക് വില കൊടുത്തത്. പാർട്ടി വിട്ടതുകൊണ്ട് പറയുകയല്ല, പാർട്ടിയിലുള്ളപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. മുകുന്ദപുരത്ത് കെ കരുണാകരൻ ജയിച്ച മണ്ഡലം ഇവർ പരാജയപ്പെടുത്തി. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്മജ ആക്കിയില്ല, ആക്കാമായിരുന്നു നിയമസഭയിൽ ജയിച്ചിരുന്നെങ്കിൽ. 991 മുതൽ 2011 വരെ ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ MLA ആയിരുന്ന മണ്ഡലമാണ് കൊടുത്തത്. 2016 തോറ്റു, 21 തോറ്റു. ഇനി എന്ത് പരിഗണന കൊടുക്കേണ്ടത്? അവർ കേരളത്തിൽ KPCC നിർവാഹക സമിതി അംഗമായി, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയി. ഏറ്റവും ഒടുവിൽ 2 ആഴ്ച മുൻപല്ലേ, 2 ആഴ്ച മുൻപ് ഈ കേരളത്തിൽ എന്നെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും വലിയ സ്വപ്നമായ തെരുവിൽ തല്ലുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ അലോഷി KSU പ്രസിഡന്റാണ്. KSUവിലൂടെ കടന്നു വന്ന ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ, തെരുവിൽ തല്ലുകൊണ്ട ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്ന പദവിയാണ് കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി. ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ 2 ആഴ്ച മുമ്പ് വന്ന ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയില്ലേ? ഇനി പോട്ടെ, അങ്ങയുടെ ചോദ്യം പരിഗണിച്ച് പരിഗണന കിട്ടാത്തതിൻ്റെ പേരിലാണ് പത്മജ പാർട്ടി വിട്ടതെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് CPM-ൽ പോയില്ല? നിങ്ങൾ ചോദിക്കണം. കേരളത്തിലെ ഏറ്റവും കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം CPM അല്ലേ? അവർ CPM-ൽ പോയില്ലല്ലോ, അവർ BJP-യിലല്ലേ പോയത്. അവർ ആ BJP-യിൽ പോയ കാരണം എന്താ? ആ കാരണത്തിൻ്റെ പേരിൽ തന്നെയാണ് അവർ പാർട്ടി വിട്ടത്. BJP-യിലേക്ക് ആളുകളെ കൊണ്ടുവന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ. അതല്ലെങ്കിൽ ഇത് രാജസ്ഥാനും മധ്യപ്രദേശും ഒന്നും അല്ലല്ലോ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാൻ. കോൺഗ്രസ് വിട്ട് അവർ CPM-ൽ പോയിരുന്നെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് പേരിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാമായിരുന്നു. പരിഗണന കിട്ടിയില്ല, അവരുടെ ഏതെങ്കിലും പരാതി. ഇതൊന്നുമല്ല സർ, ഇതെന്താണോ BJP-യിൽ മറ്റു സ്ഥലത്തുള്ള ആളുകൾ ചേരുന്നത്, അതേ കാരണത്തിൽ തന്നെയാണ് പത്മജ ചേർന്നത് എന്ന് BJP-യിലേക്ക് ചേർന്നത് വഴി തെളിയിച്ചിട്ടുണ്ട്.